കൊറോണ വ്യാപനത്തിന്റെ നാളുകൾ നൽകിയ പ്രതിസന്ധികൾ ഒന്നൊന്നായി മാറുമ്പോൾ പ്രവാസികൾക്ക് ദുരിതം നൽകി നിബന്ധനകൾ കടുപ്പിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. യുഎഇയും സ്വദേശിവൽക്കരണം കടുപ്പിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് പ്രവാസികൾ കേട്ടത്. പിന്നാലെ മറ്റൊരു ഗൾഫ് രാഷ്ട്രവും രംഗത്തെത്തിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രധാന തസ്തികകളിലടക്കം സ്വദേശികളെ നിയമിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ഒമാൻ. ഇതിനോടകം തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിലേക്കുള്ള പരീക്ഷകൾ തുടക്കം കുറിച്ചു. ഭരണനിർവഹണ കാര്യാലയങ്ങളിൽ 1000-ലേറെ സ്വദേശികളെ ഉടൻ നിയമിക്കുന്നതാണ്. 2024 ആകുമ്പോഴേക്കും 35% സ്വദേശിവൽക്കരണത്തിനാണ് നീക്കം നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാനുള്ള ബാദർ ക്യാമ്പയിന്റെ ആദ്യഘട്ടമായി 228 പേർ ജോലിയിൽ പ്രവേശിച്ചതായി അധികൃതർ അറിയിച്ചു. 185 നഴ്സുമാർക്കും 43 ഡെന്റിസ്റ്റുകൾക്കുമാണ് നിയമനം നൽകിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഹെൽത്ത് ലൈസൻസ് നേടി സർക്കാർ ആശുപത്രികളിൽ 3 മാസം പരിശീലനം പൂർത്തിയാക്കിയാണ് സ്വദേശികൾ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തുന്നത്. കൂടാതെ ഇവർക്ക് തൊഴിൽ മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകുന്നതാണ്. ഭിന്നശേഷിക്കാർക്കും സാമൂഹിക സുരക്ഷ ആവശ്യമുള്ള കുടുംബത്തിലെ കുട്ടികൾക്കും തൊഴിൽ ഉറപ്പാക്കുകയും ചെയ്യും. ഫിനാൻസ്, അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ്, ഡ്രൈവർ തസ്തികകളിൽ ജനുവരി മുതൽ സ്വദേശികൾക്ക് മാത്രമാണ് നിയമനം ഉണ്ടാകുക. എന്നാൽ ഇത് മലയാളികളെ അടക്കം ആയിരക്കണക്കിന് പ്രവാസികളെ ബാധിച്ചിരിക്കുകയാണ്. ഹോം ഡെലിവറി അടക്കം 100-ലേറെ തസ്തികകളിലെ വിസ നിരോധിച്ചതിന് പുറമെയാണിത്. പല മേഖലകളിലെയും ഡ്രൈവർ തസ്തികകളിൽ നിന്ന് പ്രവാസികളെ ഒഴിവാക്കുകയാണ്. ഇത് കടുത്ത ആശങ്കയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. അതേസമയം യുഎഇ സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 50 പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രവാസികളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ പദ്ധതികളിൽ 2ാം ഘട്ടത്തിലുള്ളത് മലയാളികളെ അടക്കം ബാധിക്കുന്ന സുപ്രധാന പ്രഖ്യാപനങ്ങളാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏറെ ആശങ്കയോടെയാണ് സ്വദേശിവൽക്കരണത്തെ പ്രവാസികൾ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് യുഎഇയിൽ നിന്ന്. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പിന്നാലെ സ്വദേശിവൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ് യുഎഇ. സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളിൽ വ്യക്തമാക്കുന്നത് ഏറെ ഞെട്ടിക്കുന്നവയാണ്. 2ാം ഘട്ട പ്രഖ്യാപനങ്ങളിൽ 5 വർഷം പൂർത്തിയാകുമ്പോൾ 10% ജീവനക്കാർ സ്വദേശികളാകണം, നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കുക തുടങ്ങിയവ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളെ ഇത് സാരമായി ബാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.